അത്തരമൊരു സീരിയൽ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് ദേവയാനിയുടെ അടുത്തേക്ക് വരുമ്പോൾ ദേവയാനി ചോദിക്കുന്നു, നീ അവളെ കറങ്ങി തിരിഞ്ഞ് എല്ലായിടവും ചുറ്റി കാണിച്ചിട്ട് നീ അവളെ വീട്ടിൽ കൊണ്ടാക്കിയോ? നീ എടുത്ത വീട്ടിലേക്ക് കൊണ്ടാക്കിയോ? അതെന്താ അമ്മ അങ്ങനെ ചോദിക്കുന്നത്? ഞാനെടുത്ത വീടെന്ന്, പിന്നെ നീയല്ലേ അവൾക്ക് വീടെടുത്ത് കൊടുത്തത്, പിന്നെ വേറെ ആരാ വീടെടുത്ത് കൊടുത്തത് എന്ന് ദേവയാനി ആദർശിനോട് ചോദിക്കുമ്പോൾ ആദർശ് പറയും, ഇല്ല ഞാൻ എടുത്ത് കൊടുത്ത വീടല്ല, അത് അവർ താമസിക്കുന്ന അവരുടെ വീടാണ് എന്ന് പറയും. ഇല്ല, മലയ്ക്ക് പോകാൻ നീ മാലയിട്ടിട്ട് എൻ്റെ അടുത്ത് കള്ളം പറയുകയാണോ? നീ സ്വന്തമായി വാങ്ങിച്ചു കൊടുത്ത വീടല്ലേ അവർക്ക്, അത് അവർ. ഈ സമയം മുത്തശ്ശൻ വരും. മുത്തശ്ശൻ വരുമ്പോൾ എന്താ അമ്മയും മോനും ഒരു സംസാരം എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയും, അമ്മ ചോദിക്കുക ഞാനാണോ വീടെടുത്ത് കൊടുത്തതെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയും, ആദർശ് എടുത്ത് കൊടുത്തില്ല, ആ വീട്ടിൽ പോയി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ വീടും ചുറ്റുപാടും ഒക്കെ, മിക്കവാറും ഞാൻ ആ വീടെടുത്ത് നയനയ്ക്ക് കൊടുക്കും. അപ്പോൾ ദേവയാനി ചോദിക്കുക, ഈ അച്ഛൻ എന്താ പറ്റിയത്? അവിടെ നിന്നാണ് രണ്ട് മക്കളെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത്, അവരാണ് നമുക്ക് പൊന്നും പണവും സ്വത്തും ഒക്കെ തരാനുള്ളത്, അതിന് പോരാഞ്ഞിട്ട് ഇവിടെ ഉള്ളവരാണ് അങ്ങോട്ട് കൊണ്ടുപോയി സ്വർണവും വീടും എല്ലാം എടുത്തു കൊടുക്കുന്നത്, ഇതെന്താന്ന് പറഞ്ഞ് മുത്തശ്ശൻ ദേവയാനിയുടെ അടുത്ത് പറയുന്നു, നീ വന്നപ്പോൾ എടുപ്പത് പൊന്നുമായിട്ടല്ലേ വന്നത്, അത് പോരാഞ്ഞിട്ട് പാകം വെച്ചപ്പോൾ അത് വേറെയും കിട്ടി, എന്നിട്ട് അത് നീ എടുത്ത് എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെയുള്ള പെൺകുട്ടികൾക്ക് സ്വത്തല്ല വേണ്ടത്, സ്നേഹമാണ്. അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടുകാരോടൊത്ത് സ്നേഹം കാണിക്കണം, അതാണ് എനിക്ക് വേണ്ടത്, അല്ലാതെ എനിക്ക് സ്വത്തിനോടൊന്നും താല്പര്യമില്ല. ആദർശ് ദേവയാനിയോട് ചോദിക്കുന്നു, നീ അവൾ പ്രഗ്നൻ്റ് അല്ല എന്ന് പറഞ്ഞു, അതും നീ കള്ളമാണോ? മലയ്ക്ക് പോകാൻ മാലയിട്ടിട്ട് എൻ്റെ അടുത്ത് കള്ളം പറയുകയാണ് എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, അതിന് നീ അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിച്ചില്ലല്ലോ, പിന്നെ എന്തിനാണ് ആ ചോദ്യത്തിന് പ്രശസ്തി എന്ന് പറയുന്നു. ഇല്ല, പിന്നെ 24 മണിക്കൂറും അവൻ എന്തിനാ അവളുടെ അടുത്ത് ചുറ്റിപ്പറ്റി നടക്കുന്നത് എന്ന്. നിൻ്റെ അച്ഛൻ ഇങ്ങനെയാണോ? എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയും എൻ്റെ വീട്ടുകാരുമായിട്ട് ഒരിതും കാണിക്കുകയില്ല. അവൻ്റെ അച്ഛൻ എന്തെങ്കിലും ഭാര്യ വീട്ടിൽ കിടന്ന് കറങ്ങുന്നത് നീ കണ്ടിട്ടുണ്ടോ? പിന്നെ എന്തിനാ 24 മണിക്കൂർ നീ ഓഫീസിൽ കൂടി പോവാതെയുണ്ട് അവിടെ നിന്ന് നൈനയുടെ വീട്ടിൽ പോയി നിന്ന് കറങ്ങുന്നത്? ഇതെന്ത് സ്വഭാവമാണ് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയും, ഓരോരുത്തർക്കും ഓരോ സ്വഭാവം, അവൻ്റെ സ്വഭാവത്തിന് അവിടെ പോകണമെന്ന് തോന്നുന്നു. നിൻ്റെ വീട്ടിലോട്ട് പോകണ ദൂരമൊന്നും ഇല്ലല്ലോ, നൈനമോളുടെ വീട്ടിലേക്ക് പോകാൻ. നിൻ്റെ വീട് ദൂരമല്ലേ, നൈനമോളുടെ വീട് അടുത്തല്ലേ, അതുകൊണ്ടായിരിക്കും ആദർശ് എപ്പോഴും അവിടെ പോകുന്നത്. മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനിക്ക് ആകെ വിഷമാവുന്നു. എന്നിട്ട് മുത്തശ്ശൻ ദേവയാനിയോട് പറയുകയാണ്, ഇനി നീ ഇവരെ പരീക്ഷിക്കാൻ നിൽക്കേണ്ട, നീ അവരൊരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് നീ 41 ദിവസം വ്രതം എടുക്കാൻ വേണ്ടി പറഞ്ഞത്, ദൈവത്തിൻ്റെ പരീക്ഷണമായിരിക്കും. അപ്പോൾ നീ ചെയ്തത് തെറ്റാണ്, ദൈവം നിന്നെ പരീക്ഷിച്ചതാണ്, ദൈവകോപമുണ്ടായതാണ് എന്ന് പറയും. അപ്പോൾ ദേവയാനി ചോദിക്കുന്നു, അതിന് ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, മലയ്ക്ക് പോകാനല്ലേ പറഞ്ഞത്. അപ്പോൾ മുത്തശ്ശൻ അടുത്ത് വന്ന് ഇരുന്നിട്ട് പറയുക, മോളെ നീ ഇനിയെങ്കിലും നയനെ മനസ്സിലാക്കണം, നല്ല കുട്ടിയാണ് പെൺകുട്ടി, നീ വിചാരിക്കും പോലത്തെ കുട്ടിയല്ല എന്നൊക്കെ മുത്തശ്ശൻ ദേവയാനിയോട് പറയുന്നു. നീ പറയുമായിരുന്നു അച്ഛൻ ചെയ്യുന്നതെല്ലാം ആലോചിച്ച് നല്ല തീരുമാനമാണ് എടുക്കുന്നതെന്ന്, എന്നിട്ടെന്താ നയനയുടെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നീ അത് ശ്രദ്ധിക്കാതെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്ന, ഞാൻ എടുക്കുന്ന തീരുമാനമെല്ലാം നല്ലതിനായിരിക്കും, അത് നീ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ദേവയാനി അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് അനാമിക ഒരു കപ്പ് ജ്യൂസുമായിട്ട് ദേവയാനിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ദേവയാനിയെ മെല്ലെ അടുത്തിരുത്തി ജ്യൂസ് കുടിപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ്റെ അടുത്ത് അനാമിക ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾ വല്യമ്മയ്ക്ക് വിഷമം വരുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ആദർശം ഞങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ദേവയാനി പറയും, അപ്പോഴിപ്പോൾ നിങ്ങൾ സംസാരിച്ചതോ എനിക്ക് വിഷമം വരുന്ന കാര്യങ്ങൾ പറഞ്ഞ്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം, നീ വിഷമിക്കാതെ ഇരിക്കാനാണ് പറയുന്നത്, ഇനി ഈ വീട്ടിലുള്ളവരെല്ലാ ആണുങ്ങളും നൈനയെ സ്നേഹിക്കുക തന്നെ ചെയ്യും, അത് നീ മനസ്സിലാക്കി, നീയെ സ്നേഹിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അനാമിക പറയുകയാണ്, ഏറ്റവും കൂടുതൽ അവൾ മയക്കി വെച്ചിരിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയാണ് എന്ന് ആദർശനോട് പറയുമ്പോൾ ആദർശ് പറയും, അങ്ങനെ ആര് മയക്കിയാലും മയങ്ങുന്ന ആളുകളല്ല എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും, അത് ഏറ്റവും കൂടുതൽ അമ്മയ്ക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പോൾ ദേവയാനി അനാമികയോട് പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, മോള് സങ്കടപ്പെടേണ്ട, മോൾക്ക് എന്നും വല്യമ്മ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അത് കഴിയുമ്പോൾ അബിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്, നീ വരുമ്പോൾ എനിക്ക് 2 പവൻ്റെ ഒരു മോതിരം വാങ്ങിക്കൊണ്ട് വരണമെന്ന്. അപ്പോൾ അബിയെ തിരിച്ച് വിളിച്ചിട്ട് പറയുകയാണ്, നിനക്ക് സ്വർണ്ണമോതിരമല്ലേ, ഞാൻ വജ്രമോതിരം വാങ്ങിത്തരാമെന്ന്. അപ്പോൾ നബിയാണെങ്കിൽ നബി വ്രതം തെറ്റിച്ച പൊട്ട് കഴിച്ച് ആ ഫോണിൽ വീഡിയോ അയച്ചു കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് നബി വിളിച്ച് ചോദിക്കും. അപ്പോൾ നബിയെ പറയും, അതെല്ലാം എനിക്ക് കിട്ടി, ഇത് നീ എനിക്ക് മോതിരം വാങ്ങിക്കൊണ്ട് വന്നില്ലേ, ഞാൻ ഇത് വീട്ടിൽ കാണിക്കുമെന്ന് പറയും. അപ്പോൾ അബി പറയും, എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് പൈസ, ഞാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ എങ്ങനെ വാങ്ങിക്കാനേ എന്നൊക്കെ പറയുമ്പോൾ നബി പറയും, നീ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ എന്തായാലും കാണിച്ചു കൊടുക്കും എന്ന് പറയും. ഇത് കഴിയുമ്പോൾ
അബി പറയും നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒക്കെയാണ് ചെയ്യുന്നത്. ഇത് കഴിയുമ്പോൾ അബി വീട്ടിലേക്ക് വരുമ്പോൾ നവ്യ ഓടിപ്പോയി ഞാൻ പറഞ്ഞ സ്വർണ്ണമോതിരം നീ വാങ്ങിച്ചു കൊണ്ട് വന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ജലജ ചോദിക്കും സ്വർണ്ണമോതിരോ ആർക്ക് എന്ന്. അത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്കൊരു സ്വർണ്ണമോതിരം വാങ്ങിക്കൊണ്ട് വരാൻ, അവൻ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്ന് ചോദിച്ചതെന്ന് പറഞ്ഞ് സ്വർണ്ണമോതിരം എവിടെയെന്ന് പറഞ്ഞ് നവ്യ ചോദിക്കുമ്പോൾ അബി എടുത്ത് കൊടുക്കും. അപ്പോൾ കാണുമ്പോൾ ജലജയുടെ കണ്ണ് തള്ളുകയാണ്. അപ്പോൾ അനാമികയും വരും. അനാമിക വന്നിട്ട് ചോദിക്കും എന്താ ഇത് സ്വർണ്ണമാണോ എന്ന് ചോദിക്കും. അപ്പോൾ നവ്യ ചോദിക്കുന്നു എന്താ സ്വർണ്ണത്തിൽ കുളിച്ച് നടക്കുന്ന നിനക്ക് കണ്ടാൽ മനസ്സിലാവൂലേ ഇത് സ്വർണ്ണമാണെന്ന്, ഇത് സ്വർണ്ണമോതിരം തന്നെയാണ്, എനിക്ക് അബി വാങ്ങിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞ് സ്വർണ്ണമോതിരവും കൊണ്ട് നവ്യ അങ്ങ് പോകുമ്പോൾ അബിയോട് ജലജ ചോദിക്കുകയാണ് നിനക്ക് എന്താ പറ്റിയത്, നീ അവൾക്ക് സ്വർണ്ണമോതിരമൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, ഇനി എന്താ കാണിക്കുന്നത്, നിനക്ക് അവളോട് സ്നേഹം കൂടിയോ എന്ന് ചോദിക്കുമ്പോൾ അബി പറയുകയാണ് അമ്മ സ്വർണ്ണം മോട്ടിച്ച വീഡിയോ കാണിച്ചു, അവൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു, മുത്തച്ഛൻ്റെ കാണിക്കുമെന്ന്, അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് സ്വർണ്ണം വാങ്ങിച്ച് കൊടുത്തത്, അല്ലാതെ എനിക്ക് അവളുടെ സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല എന്ന് പറഞ്ഞ് അബിയും അങ്ങ് പോകുന്നു. ഇത് കഴിയുമ്പോൾ അനാമിക അവളുടെ അമ്മയെ വിളിച്ചിട്ട് പറയുകയാണ് എനിക്കിവിടെ ഇവരെ ശുശ്രൂഷിച്ച് മതിയായ അമ്മ, എനിക്ക് വയ്യ, അവർക്ക് സമയത്തിന് ആഹാരം കൊടുക്കണം, അവർക്ക് വെള്ളം കൊടുക്കണം, അവരെ എടുത്ത് ഉയർത്തണം, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഫോണിലൂടെ രേവതി പറയുകയാണ് കുഴപ്പമില്ല മോളെ, നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടാലും അതിന് ഫലം കാണും, അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കും. ഇത് കേട്ടുകൊണ്ട് ദേവയാനി വരും. എന്താ മോളെ അമ്മയോട് പറയുന്ന, അത് ഞാൻ അനിയുമായിട്ടുള്ള പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, എനിക്കിതെല്ലാം സഹിച്ച് വയ്യ, അതാണ് ഞാൻ അമ്മയോട് സംസാരിച്ചതെന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞ് അനി അവിടെ ഇരിക്കുമ്പോൾ അനാമിക പോയി പറയുകയാണ് എല്ലാവരും അവരുടെ ഭാര്യമാർക്ക് സ്വർണം വാങ്ങിച്ചു കൊടുത്തു, നിങ്ങളെ മൂത്ത ചേട്ടന് അവൾ ഭാര്യയെ 1 ചെല്ലം സ്വർണം കൊണ്ട് കൊടുത്തു, നിങ്ങളുടെ രണ്ടാമത്തെ ചേട്ടനാണെങ്കിൽ 2 പൗണ്ട് മോതിരം വാങ്ങിച്ചു കൊടുത്തു, ആണെങ്കിൽ എൻ്റെ ഭർത്താവ് ഒന്നും വാങ്ങിയും തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അനി പറയുകയാണ് നിനക്ക് വല്യമ്മ 1 ചെല്ലം സ്വർണം തന്നല്ലോ, അതിൽ നിന്നല്ലേ ഒരു മാല മോഷണം പോയത് എന്ന് പറ, അത് ഇവിടെ ഉള്ള ആരെങ്കിലും അടിച്ചു മാറ്റിയതായിരിക്കും എന്ന് അനാമിക പറയുമ്പോൾ അനി പറയുകയാണ് എന്തായാലും നവ്യേട്ടത്തി മോഷ്ടിക്കില്ല, പിന്നെ തീർച്ചയായും എൻ്റെ നയനേട്ടത്തി മോഷ്ടിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അനാമിക പറയുന്നത് ഒരു പോലീസ് കേസായെങ്കിൽ സത്യം തെളിഞ്ഞെങ്കിൽ എന്ന് അനാമിക പറയുന്നു. എന്തായാലും എൻ്റെ ഏട്ടത്തിമാർ അങ്ങനെ മോട്ടിക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ അനാമികയുടെ സ്വഭാവം മാറുകയാണ് ചെയ്യുന്നത്. നിനക്കാവുമ്പോൾ അവളുകളെയും പൊക്കിക്കൊണ്ട് നടക്കുന്നതല്ലേ ജോലി, സ്വന്തം ഭാര്യയെ താഴ്ത്തി പറഞ്ഞിട്ട് അവളുമാരെ പുകഴ്ത്തുന്നതല്ലേ നിനക്ക് ജോലി. ഇത് കഴിഞ്ഞിരുമ്പോൾ അബി ഇരുന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 0 ആയിട്ട് കാണിക്കുകയാണ്. എല്ലാ കാമുകിമാരെയും കൊണ്ട് കറങ്ങേണ്ട പൈസയാണ് ഇപ്പോൾ നവ്യയ്ക്ക് സ്വർണം വാങ്ങിക്കൊടുത്തത്. അപ്പോൾ അമ്മ പറയുകയാണ് നിൻ്റെ ബാലൻസ് എല്ലാം തീർന്നിരിക്കുകയാണ്, ഇനി നീ അതിൽ പോരാഞ്ഞിട്ട് അവൾക്ക് സ്വർണവും വാങ്ങിക്കൊടുത്തു, ഇനി നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അബി പറയാണ് എല്ലാം അമ്മ സ്വർണം മോട്ടിച്ച വീഡിയോ കാണിച്ചാണ് അവൾ എൻ്റെ കയ്യിൽ നിന്ന് ആ സ്വർണം വാങ്ങിച്ച, അല്ലാതെ അവളുടെ അടുത്ത് സ്നേഹമൊന്നും ഉണ്ടായിട്ട് ഞാൻ കൊടുത്തതല്ല അമ്മ എന്ന് പറയുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്ന. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.